അമേരിക്കൻ പട്ടാളം ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ അവരെ വെട്ടിമാറ്റുമെന്ന് ഇറാന്റെ വെല്ലുവിളി. എന്നാൽ ഒരു വെടിയുണ്ട പോലും പൊട്ടിക്കാതെ ബോംബിടാതെ തന്നെ ഇറാന്റെ നട്ടലൊടിക്കാൻ മാസ്റ്റർ പ്ലാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധമില്ലാതെ തന്നെ ശത്രുവിനെ തകർക്കുന്ന ട്രംപിന്റെ പുതിയ സ്ട്രാറ്റജിക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ് ഇറാൻ. അമേരിക്കയുമായി കരയുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാന്റെ കരസേനാ കമാൻഡർ ജനറൽ അലി ജഹാൻ ഷാഹി കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയത്. അമേരിക്കൻ സൈന്യം വന്നാൽ അവരെ വെട്ടിമാറ്റുമെന്നും ഏത് ശത്രുവിനെയും നേരിടാൻ ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വീരവാദം മുഴക്കി. എന്നാൽ ഇറാന്റെ ഈ ഭീഷണികളെല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് അമേരിക്ക. ഇറാനുമായി ഇപ്പോൾ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഇല്ലെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് തന്റെ നയം കൃത്യമായി വിശദീകരിച്ചു. ഇറാനുമായി ഇപ്പോൾ നടക്കുന്നത് ഒരു ചെസ് കളിയാണ്. സൈന്യത്തെ അയച്ച് യുദ്ധം ചെയ്തതിനു പകരം കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാന്റെ ഖജനാവ് കാലിയാക്കി അവരെ മുട്ടുകുത്തിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കാതെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അമേരിക്ക തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ. സാമ്പത്തികമായി രാജ്യം പൂർണ്ണമായും തകർന്നു തരിപ്പണമായി നിൽക്കുമ്പോഴാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇറാൻ സൈന്യം അമേരിക്കയെ ഇപ്പോൾ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. നേർക്കുനേർ യുദ്ധത്തിന് വരാൻ അമേരിക്കയ്ക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക ഉപരോധം എന്ന വലിയ ആയുധം പ്രയോഗിച്ചാൽ ഇറാൻ തന്നെ താനേ തകർന്നോളുമെന്നാണ് ട്രംപിന് ഇപ്പോൾ കിട്ടിയ വെളിപാട്. എങ്കിൽ ഈ യുദ്ധത്തിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ആദ്യമേ ഈ ഉപരോധവും പരിപാടികളുമായി തന്നെ പോയിരുന്നെങ്കിൽ ഈ കണ്ട പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും അമേരിക്കൻ കാർന്നോന് വൈകുമെന്ന തിരിച്ചറിവ് കൊള്ളാം. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ഡെസ്ക്.